ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. റീറ്റെയിൽ സീ ഫുഡ് മാത്തച്ചാൻ. അതെടാ മീ മാത്തച്ചൻ തന്നെ. ഒന്ന് നീട്ടി പിടിച്ചോണേ 3000. മത്തി ഗേറ്റ് ലോറി തെക്കോട്ട് വിട്ടോ നീ. ആ ചില്ലറ കച്ചവടക്കാർക്കും കൊടുത്തേക്ക്. അവരും ജീവിക്കാൻ വേണ്ടി അല്ലയോ ഈ പണി ചെയ്യുന്നേ? എന്നാടാ ഒന്ന് ഓർക്ക പറയടാ. 10 കോട്ട മത്തിയാണ് അവര് ചോദിക്കണത്. എത്ര രൂപ ഉറപ്പിക്കണം? കേൾക്കാൻ പറ്റണില്ല. 4000. അതിലവര് 6000-ത്തിനാണ് ചോദിക്കണത്. ഉറപ്പിക്കണം. 6500 ഉറപ്പിക്കടാ. ഞാൻ ഫോണിൽ പറഞ്ഞടാ. ഉറപ്പിക്കാൻ പോകുന്നു. 4500 രൂപയുടെ മീ 6500 രൂപയ്ക്ക്. ഉറപ്പിച്ചോട്ടെ മുതലാളി. ഉറപ്പിച്ചോടാ. നിന്റെ അമ്മായിയമ്മയുടെ 2ാം കല്യാണം. കാലത്തെ കൈനീട്ടം വെച്ച കച്ചവടം ഫോണിൽ കൂടെ കലക്കി കടുവർത്ത എന്നുള്ളടാ നീ പന്ന. മീനെല്ലാം വണ്ടി കേട്ടെ മുതലാളി. ആ കേറ്റ് എവിടെയെങ്കിലും കേറ്റും. എത്രയായി? 15. ഡോക്ടർ ചായ ഒരു മിനിറ്റ്. എടാ കൊണ്ടുപോടാ. എന്നതാടാ ഇന്നും തല്ലു കേസ് തന്നെയാണോ? അതെ, മാർക്കറ്റിൽ ഇവൻ ചില നമ്പറൊക്കെ കാണിച്ച് കുട്ടപ്പായച്ചൻ അടിച്ച് ഈ പരുവത്തിലാക്കിയിട്ടാ നിർത്തിയത്. പോലീസ് കേസാക്കാതെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കുട്ടപ്പായച്ചായൻ. കൊണ്ടുപോവാ. ആ അയ്യമ്പിള്ളിന്നൊരു ദാമോദരൻ വരും. ഡെപ്പോസിറ്ററാ. 5 ലക്ഷം ഉണ്ടെന്നാ പറഞ്ഞേ. ആ മാനേജരോട് വരാൻ പറയേ. ആ ജെയിംസേ, പുത്തലത്തുകാരുടെ ഇൻട്രസ്റ്റ് ഒന്ന് കണക്കൂട്ടി വെച്ചോണം. അവര് വലിക്കുക മകളുടെ കല്യാണം. ആ സുലൈമാൻ വണ്ടി സീസ് ചെയ്ത് വന്നിട്ട് കാശ് എത്ര വാങ്ങി? ഒന്നും വാങ്ങിയിട്ടില്ല. അതന്നാ പറ്റുമല്ലോ ഉണ്ടായിരുന്നു. അതല്ല, വണ്ടി സീസ് ചെയ്യാൻ പറ്റിയില്ല. താനിത് എന്നതാടോ ഈ പറയുന്നേ? അവര് ജിംനേഷ്യം ക്ലബ്ബ് നടത്തുന്ന പിള്ളേരാ. അതിന് ഒരു കയ്യാങ്കളിയൊക്കെ നടത്തിയിട്ടും വണ്ടി കൊണ്ടുവരാൻ സാധിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി സീറ്റിന് മത്സരിച്ച് തോറ്റ വടക്കേത്തല ശിവദാസില്ലേ, അയാളുടെ ചെങ്കിടികളാ. ഓഹോ, വടക്കേത്തല വീണ്ടും വാല് വെക്കാൻ തുടങ്ങിയോ? എടോ, കാശ് അടയ്ക്കാത്തവന്റെ വണ്ടി പിടിച്ചുകൊണ്ട് വരാൻ പോലും തന്റെ ഇടം ഇല്ലെങ്കിൽ ഈ സുലൈമാനെയൊക്കെ വെറുതെ ചെല്ലും ചെലവും കൊടുത്ത് നിർത്തിയിരിക്കുന്ന എന്നാത്തിനാടോ? കേട്ടോടാ റോണി, എന്താ സാറേ? തേവക്കാട്ടുകാരല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വണ്ടി സീസ് ചെയ്യാൻ വന്നാൽ പോലും നമ്മൾ വിട്ടുകൊടുക്കല. അവന്മാർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറേ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ആ കുട്ടപ്പായി ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കോ സാറേ? കുട്ടപ്പായി എന്റെ നേരെ ഞാനൊന്ന് നോക്കിയാ മതി, അവൻ ആട്ടിമുട്ടി പറക്കും. പറഞ്ഞ് നാക്കെടുത്തില്ല. 100 ആയുസ കുട്ടപ്പായിക്ക്. ആണോ? പക്ഷേ ഈ വടക്കേത്തല ശിവദാസന് ആയുസ് മണി കുറവാ. ഉള്ളത് ഇപ്പൊ തീരാൻ പോവാ. വണ്ടി പിടിക്കാൻ വരുന്നവർ നീ കുട്ടപ്പായി കുട്ടപ്പായി ഞാനാ.
എനിക്ക് പറ്റാനിട്ടൊന്നല്ല. പിടിച്ച് ജീപ്പി കയറ്റോ സാറാ, ചുമ്മാ കാര്യം പറയാൻ മേത്ത് ഓടരുത്. ഫിനാൻസ് അടുത്ത് വണ്ടി മേടിച്ചു കഴിഞ്ഞ 6 മാസമായിട്ട് അവൻ പണം അടച്ചിട്ടില്ല. അതും പോരാഞ്ഞ് വണ്ടി പിടിക്കാൻ വന്നവന്മാരെ അവന്മാരെല്ലാം ഏത് തല്ലുകേസി പിടിച്ചാലും നിനക്ക് പറയാൻ കുറെ ന്യായങ്ങൾ ഉണ്ടാവൂലടാ. സത്യം ഞാൻ നിന്നെ വാൺ ചെയ്ത് വിട്ടതാ. ഇനി നിന്നെ ഞാൻ വിടില്ല. ഇവനെ കൊണ്ടുപോകാൻ പറ്റിയല്ല. ഇവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചേ ഞാനാ. കൊണ്ടുപോകണം അത്ര നിർബന്ധമാണേല് പ്രേരണാ കുറ്റത്തിന് എന്നെയും കൂടെ കൊണ്ടുപോകണം. എന്നാ പറ്റുമോ? പ്ലീസ് തടസ്സം നിൽക്കാതെ മാറുന്നതാണ് നല്ലത്. എടോ മൂപ്പിനെ, ഇതുകൊണ്ടൊന്നും തീർന്നില്ല. തന്നെ ഇവനെ കൊണ്ടുപോകാൻ പറ്റിയല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എനിക്ക്? കൃത്യനിർവഹണത്തിനിടെ തടസ്സം ഉണ്ടാക്കിയ ആളും തരം നോക്കാതെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. പറഞ്ഞു പേടിപ്പിക്കാതെ എടുക്കണോ തന്റെ ആക്ഷൻ? പിടിച്ച് കേട്ടോ ജീപ്പില്. സർ, പോലീസ് സ്റ്റേഷനെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാടാ. വേണ്ട, നിന്റെ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. ഇന്ന് നേരം പുലർന്നിട്ട് രണ്ടാമത്തെ അടിയ ഇവൻ ഉണ്ടാക്കുന്നത്. രാവിലെ മാർക്കറ്റിൽ നടന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് കരുതിയോ? നിന്നെ കൊണ്ടുള്ള പരാതി കൊണ്ട് ഞാനിവിടെ പൊറുതിമുട്ടി നിൽക്കുക. നീ എന്നാടാ ദാദാ കളിക്കുന്നു? ഇക്കണക്കിന് പോയാ ഉടനെ തന്നെ നീ ഗുണ്ടാപിരിവും തുടങ്ങുമല്ലോ. എന്റെ പൊന്നി ഏമാനെ, കോട്ടയം പൊൻകുന്നം റോട്ടിൽ കടന്ന് 3.5 ചക്രത്തിന് ഗൂണ്ടാപിരിവ് നടത്താൻ വെറും 7-ആം കൂലി ചട്ടമ്പിയൊന്നും അല്ല ഈ കുട്ടപ്പായി. നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞത് തന്നെയാ. കാര്യം അറിയാതെ ഈ കാക്കിക്കുപ്പായത്തിന്റെ തിണ്ണമെടുക്ക് ഞങ്ങളോട് കാണിക്കല്ലേ. കാണിച്ച നീ എന്നെ ക്ലച്ച് ഒട്ടാതെ ഗീറിടല്ലേ സാറേ, പറഞ്ഞു പോവും. പല്ല് കൈ തടുക്കുന്നോടാ. നിന്നെ ഞാൻ എന്നാണോ വിളിക്കുന്നത്? എല്ലാറ്റിനും ഞാൻ പോലീസ് സ്റ്റേഷൻ ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ വക്കീലും എത്തിക്കഴിഞ്ഞു. എവിടെയെങ്കിലും ഏതെങ്കിലും തെമ്മാടി എന്നായെങ്കിലും തെണ്ടിത്തരം കാണിച്ച് പിടിച്ചൊന്ന് അകത്തിട്ട ഉടനെ എത്തിക്കോളും ജാമ്യത്തിന്റെ വാറോലയായിട്ട്. മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ജോലി നിങ്ങൾ ചെയ്തോളൂ. എനിക്ക് പറഞ്ഞിരിക്കുന്ന ജോലി ഞാനൊന്ന് ചെയ്തോട്ടെ സാറേ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കോടതി പറഞ്ഞാൽ മതി. ആ